ഡോക്ടർ ഐസക് ഈ ഫേസ്ബുക്കിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അതിൽ ഇടപെടുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഏറ്റവും വളരെ സമഗ്രമായ നിലയിൽ അതിനെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ പ്രചരണ രംഗം ശ്രദ്ധിച്ചാൽ മുഖാമുഖം അവിടെയാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പെൻഷൻ്റെ 200 രൂപ എവിടെ പോയിന്ന് ഒരമ്മ താങ്കളോട് ചോദിക്കുന്ന ഒരു കണക്കിൻ്റെ പ്രശ്നമുള്ളൊരു വീഡിയോ ഓർമ്മയില്ലേ? അതുപോലെ തന്നെ കുട്ടികളോട് സംസാരിക്കുന്നത്, അതുപോലെ പൗരത്വ നിയമത്തിൻ്റെ അപാകത, ഒരു കൂട്ടം അഭയാർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മതം അടിസ്ഥാന ഘടകമാകുമ്പോൾ ഒരു കൂട്ടം മതന്യൂനപക്ഷ അഭയാർത്ഥികളെ അതിർത്തികളിലേക്ക് തള്ളാൻ ഭാവി കാലത്ത് പോകുന്നതിന് ഏറ്റവും ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന വീഡിയോകൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാനിടയായി. വളരെ വ്യത്യസ്തമായ ഒരു പ്രചരണ രീതി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നമുക്കും ബോറടിക്കില്ലെന്ന്. ഇപ്പം നമ്മളൊരു പ്രസംഗം നടത്താൻ പോയിട്ടെങ്കിൽ ഒരേ പ്രസംഗം തന്നെ ഇങ്ങനെ പ്രസംഗിച്ച് പോകും, കുറച്ച് കഴിയുമ്പോഴും നമ്മളിതിൽ താല്പര്യം പോകും. പക്ഷെ ഓരോ മുഖാമുഖവും അവർക്കുള്ള ചോദ്യത്തിനുള്ള മറുപടിയല്ലേ. അപ്പോൾ അവർ വളരെ ചിലരൊക്കെ തയ്യാറെടുത്ത് വരും ഒന്ന് കുരുക്കണമെന്ന് വെച്ച്. അമ്മമാരും സ്ത്രീകളും ഒക്കെ അങ്ങനെയല്ല, സങ്കടം കൊണ്ട് പെൻഷൻ കിട്ടിയില്ല, ഇതാണ് അല്ലെങ്കിൽ തൊഴിലുറപ്പിൻ്റെ കൂലി, തൊഴിലുറപ്പിന് ഫോട്ടോ കൊടുക്കാൻ പോകണം. പക്ഷെ വേറെ ചിലരും വരും ചോദ്യങ്ങൾ കർശനമായി ചോദിക്കാൻ വേണ്ടി തയ്യാറെടുക്കും. അവർ വരുന്ന സന്തോഷകരമായ കാര്യം. 200 രൂപയുടെ കണക്ക് കൃത്യമായി കാണിച്ചു കൊടുത്തു, എവിടെയാണ് നഷ്ടപ്പെട്ടത്. അത് കേന്ദ്രം തരുന്നതല്ലേ. അവന്മാർ ഞങ്ങൾ തന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് തരികയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴായിട്ട് മോഡിയുടെ പേരിൽ കൊടുക്കണം. അതാ തരുമോ? തരുകയില്ല. ഈ നായെ പോലെയാ, തിന്നേയില്ല, തീറ്റയില്ല. പക്ഷേ ഈ ക്ഷേമ പെൻഷനെ കാട്ടി, അതിൻ്റെ കുടിശ്ശിക കാട്ടി, യഥാർത്ഥത്തിൽ അത് വർദ്ധിപ്പിച്ചതിൻ്റെയൊക്കെ വലിയ മേന്മ നിങ്ങളൊക്കെ അവകാശപ്പെടുന്നത് മാത്രമല്ല, അതൊരു അനുഭവമാണ്. പക്ഷേ അതിൻ്റെ കുടിശ്ശിക ഇപ്പോൾ ഒരു പ്രശ്നമാവുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? കോൺഗ്രസ് അതും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി വെക്കുന്നുണ്ടല്ലോ സർക്കാരിനെതിരെ. ഈ 1600 രൂപയിലെ 100 രൂപയാണ് ഈ കോൺഗ്രസിൻ്റെ സംഭാവന. കാക്കി മുഴുവൻ ഇടതുപക്ഷം കൊടുത്തിട്ടുള്ളതാ. എന്നുദ്ദേശിക്കുന്നത് 500-600 ആക്കിയതാണോ? 500-600 ഉമ്മൻചാണ്ടി കാലത്ത് ഭരണത്തിന്റെ അവസാന കാലം. അതെ, ആ കോൺഗ്രസ്സാണ് കുടിശ്ശിയെക്കുറിച്ച് പറഞ്ഞ് സമരം ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, സഭയിൽ ഞാൻ ഒന്ന് കുറേ കാലമായിട്ട് ചോദിക്കണമെന്ന് വെച്ചിരിക്കുക. സഭയിൽ തോമസ് ഐസക്കിൻ്റെ ഉത്തരം തന്നെ ഉണ്ടല്ലോ, ഒരു കുടിശ്ശികയും വരുത്താതെയാണ്, വളരെ ചെറിയ കുടിശ്ശിക മാത്രം വരുത്തിയാണ് ഞങ്ങളുടെ സർക്കാർ ഇറങ്ങിയത്, അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ 18 മാസത്തെ കുടിശ്ശികയില്ല. തോമസ് ഐസക്കിൻ്റെ തന്നെ മറുപടി ഉണ്ടല്ലോ എന്നാണ് ഇവർ പറയുന്നത്. ആ മറുപടി തിരുത്തി വേറെ മറുപടി കൊടുത്തിട്ടതിന് ശേഷം കൃത്യമായിട്ട് കുടിശ്ശിക എത്രയാണെന്ന് ഓരോ ഇനത്തിലും പറഞ്ഞു കൊണ്ടും. എന്ന് മാത്രമല്ല 15,000 രൂപ വരെ കുടിശ്ശികയ്ക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് കൊടുക്കാമെന്നും പറഞ്ഞ ഉത്തരവിറക്കി ആദ്യത്തെ ഓണത്തിന്. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ മുനീർ തന്നെ പരസ്പരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്കണ്ട, അതൊന്നും അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഈ കുടിശ്ശിക എങ്ങനെയാണ് കൊടുക്കാൻ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അത് വിശദീകരിക്കുക, ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കഥ ഒക്കെ പറയണം. ഇപ്പോൾ ഒരു കഥയും പറയണ്ട. അവിതർക്കിതമായിട്ട് കേരളത്തിന് അവകാശപ്പെട്ട 13,608 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് സുപ്രീം കോടതി കേന്ദ്രം അംഗീകരിച്ചിരിക്കല്ലേ, എഴുതി സമ്മതിച്ചിരിക്കല്ലേ. ആ 13,608 കിട്ടിയ കുടിശ്ശികയൊക്കെ തീർന്നു. അതും ഇപ്പം തരാതെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് പറയുമ്പോൾ ആളുകൾക്ക് അങ്ങ് മനസ്സിലാവും. അതിൻ്റെ പാതി കിട്ടി, അപ്പം തന്നെ പെൻഷൻ അതിന് വരുന്നു, ബാക്കി വരുമ്പോൾ ബാക്കി പെൻഷനും കിട്ടും എന്ന് പറയുമ്പോഴേ അതിൽ വലിയ വിശ്വാസം കേട്ടിരിക്കുന്നവർക്കൊക്കെ തോന്നുന്നു. അതായത് ഈ വിഷുവിനോട് കൂടി ഏതാണ്ട് ഓരോ പെൻഷൻ കിട്ടുന്നവരുടെ കൈകളിലേക്ക് ഒരു 4,800 രൂപ കിട്ടും വിധത്തിലേക്കുള്ളൊരു ധനകാര്യ വകുപ്പ് ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. ഈ കാരണം നമുക്ക് ഈ 13,468 കോടി രൂപ മാത്രമല്ല, അല്ലാതെ കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ്റെ കാലത്ത് നിങ്ങൾ കൂടുതൽ വായ്പ എടുത്തെന്ന് പറഞ്ഞ് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ കാലത്ത് വെട്ടിക്കുറക്കുന്നൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ്. കിഫ്ബിയുടെ ഭാവി വായ്പയല്ല, പണ്ടെടുത്ത വായ്പ വെട്ടിക്കുറക്കാൻ പോണത് ഭരണഘടനാ വിരുദ്ധമാണ്. അതൊക്കെ കേസ് കിടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഭാഗം കൂടി തിരുത്തി കിട്ടുമ്പോഴേ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ ആളുകൾക്ക് ഇത് മനസ്സിലായി. നമ്മൾ പറയണമെന്നറിയാം, ഇത്രയും തെമ്മാടുത്തം ഈ കേന്ദ്ര സർക്കാർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു UDF നേതാവ് ഇത് ശരിയല്ല, പാവങ്ങളുടെ പെൻഷൻ്റെ ആ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പെൻഷൻ തടയാൻ വേണ്ടി നടക്കുന്നവരാണ് UDF, BJP. അവർക്ക് വോട്ട് കൊടുക്കരുത് എന്നൊക്കെ പാവപ്പെട്ടവരോട് പറയുമ്പോൾ എല്ലാവർക്കും അത് ബോധിക്കും. എളുപ്പമായി. തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല, കുറച്ച് കണക്കൊക്കെ പറയണം, അത് വളരെ പ്രയാസമൊക്കെ. ഇപ്പോൾ വളരെ ലളിതം. കേന്ദ്രം സംഭവിച്ചല്ലേ, ആ പണം കിട്ടിയാലപ്പോൾ അങ്ങ് തരത്തില്ലയോ?
ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ടേ മറ്റ് സഖാക്കളുടെ പ്രചരണമൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ശൈല ടീച്ചറിൻ്റെ മാസ് പ്രചാരണമുണ്ട്, മൈക്രോ ലെവൽ പ്രചരണമുണ്ട്, കണ്ടില്ലേ പേരാമ്പ്രയിലേക്ക്. പക്ഷേ ഇപ്പോൾ മാഷാവട്ടെ, ഡോക്ടർ ഐസക് ആവട്ടെ, ഇപ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ ആകട്ടെ, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ ഒരു എക്കണോമിസ്റ്റുകളിലൂടെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു മൈക്രോ മാക്രോ ലെവലിൽ ഒരുപോലെ പോകുന്നുണ്ട്. ഒരു മാസ് പ്രചാരണത്തിന് അപ്പുറത്ത് നിന്ന് പ്രചരണം കുറവാണ്. വലിയ റോഡ് ഷോസ് ഇല്ലെന്നല്ല, പട്ടണത്തിലൊക്കെ അങ്ങനെ ചെയ്തേക്കാം. പക്ഷെ അതിന് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. കാടളക്കാരെ കുറച്ചും കൂടി സമയമെടുത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു 10 യോഗം 1 മണിക്കൂർ വെച്ച് എന്ത് വേണമെങ്കിൽ ചോദിച്ചു. ഇനി ചോദിക്കാൻ അല്ലെങ്കിൽ അവരോട് സൊറ പറഞ്ഞിരുന്നു വെച്ചാൽ അവർക്ക് ഒന്ന് നമ്മളോട് എന്തും ചോദിക്കാം എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ അക്സസബിളാണ് എന്നൊരു തോന്നലുണ്ടാക്കും. 2, എന്തും ഫീൽഡ് ചെയ്യാമെന്ന്. ഏത് സ്ട്രോക്ക് വരട്ടെ, നമുക്ക് എന്ത് വന്നാലും നേരിടും, ഫീൽഡ് ചെയ്യാം എന്ന് അവർക്ക് തോന്നുവേ. ചെയ്യാനും പറ്റും. ഉത്തരവില്ലാതെ ഇന്നവരെ വിഷമിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു എഡ്യൂക്കേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കേരളത്തിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുള്ള ജില്ലയാണ്. ലോകപരിചയമുള്ളവരാണ്, പ്രവാസികളായിട്ടൊക്കെ വിദേശത്തൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരോട് സംവദിക്കാം എന്ന് മാത്രമല്ലേ. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയും ആലപ്പുഴ ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഏതാണ്ട് ഉറപ്പ് നമുക്ക് എല്ലാവരും എണ്ണി പറയാം. വീട് ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ്. ഇവിടെ പറ്റത്തില്ല. ഇവിടെ 2 പക്ഷവും പിടിക്കാത്ത ഒരു 20% വോട്ടർമാരുണ്ട്. അവർ വളരെ ക്രൂഷ്യലാണ്. അവരോട് നമ്മൾ ഈ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് അവരോട് വർത്തമാനം പറയണം. മറ്റത് നമ്മുടെ അണികളെ ആവേശം കൊള്ളിച്ച് നിൽക്കാനും കുറച്ച് പേരെ ഷിഫ്റ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ജയിക്കും. മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം ഇവിടെ അതല്ല. ഞാനപ്പോൾ നോക്കുന്നത് ഇവരോട് സംവദിക്കാനാണ്, എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിനോട് സംവദിക്കാൻ. ഇപ്പോൾ കൂടുതൽ നമ്മുടേതല്ലാത്ത ആളുകൾ മുഖാമുഖത്തിന് വരുന്നുണ്ട്. ആദ്യം അവരെ വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ എന്നാൽ 2 ചോദിച്ചു കളയാം എന്നുള്ള മട്ടിൽ കക്ഷികൾ വരും. അപ്പം ഞാൻ എൻ്റെ പ്രചരണ രീതി അത്തരത്തിലാണ്.